ഈ ബസ് ലാഭകരമല്ല എന്ന ഗതാഗത മന്ത്രിയുടെ വാദം തള്ളി KSRTCയുടെ വാർഷിക റിപ്പോർട്ട്. കിലോമീറ്ററിന് ശരാശരി 8 രൂപ 21 പൈസ വെച്ച് 9 മാസത്തെ ലാഭം 2.88 കോടിയാണെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഈ ബസ്സുകൾ നഷ്ടമെന്നും ഡീസലിലേക്ക് മാറണമെന്നുമായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. ബസ്സുകൾ ലാഭകരമാണോ എന്നറിയാൻ ഗതാഗത മന്ത്രി തേടിയ റിപ്പോർട്ട് ഉടൻ സമർപ്പിച്ചേക്കും. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകാനുണ്ട്. അഖിൽ ഷാ, ഗതാഗത വകുപ്പ് ഏറ്റെടുത്ത ശേഷം ആദ്യം തന്നെ KB ഗണേഷ് കുമാർ വിവാദത്തിലായത് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല, അതുകൊണ്ട് അത് നിർത്തലാക്കാൻ പോകുന്നു, വീണ്ടും ഡീസൽ ബസ്സുകളിലേക്ക് മാറുന്നു എന്ന തീരുമാനം പ്രഖ്യാപിച്ചതോടുകൂടിയാണ്. പക്ഷേ KSRTCയുടെ റിപ്പോർട്ടിൽ പറയുന്നത്, വാർഷിക റിപ്പോർട്ടിൽ പറയുന്നത് ഈ ബസ് ലാഭകരമാണെന്നാണല്ലോ. എന്താണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം? CMD എപ്പോഴാണ് ഈ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറുക? ഗോപികൃഷ്ണൻ മന്ത്രിയായി സ്ഥാനമേറ്റതിനു ശേഷം അദ്ദേഹം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശങ്ങളിൽ ഒന്നാണ് ഈ ബസ്സുകൾ, പ്രത്യേകിച്ച് സിറ്റി സർക്കുലർ ബസ്സുകളിലെ നിരക്ക് അത് 10 രൂപയിൽ നിന്ന് ഉയർത്തും, ഒപ്പം ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ല, വലിയ നഷ്ടത്തിലാണ്, പരാജയമാണ് ഈ ബസ്സുകൾ എന്നൊക്കെയായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയും. അത് അദ്ദേഹം നടത്താൻ പോകുന്ന പരിഷ്കാരങ്ങളിലൊക്കെ ഇക്കാര്യമാണ് പറയുന്നത്. എന്നാൽ അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ KSRTCയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന സിറ്റി സർക്കുലർ ബസ് ഉൾപ്പെടുന്ന ഇലക്ട്രിക് ബസ് സർവീസുകൾ അത് വലിയ ലാഭകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശരാശരി 2.88 കോടിയുടെ ലാഭം ഈ ബസ്സിനുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില മാസങ്ങളിൽ അത് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കിയെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 2023 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ വലിയ ലാഭമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയ ഇത്തരത്തിൽ പരാജയം എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തള്ളിക്കൊണ്ടാണ് ഈ റിപ്പോർട്ടുള്ളത്. മറ്റൊന്ന്, ഈ ബസ്സുകൾ വാങ്ങും, അതായത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിന് പകരം ഡീസൽ ബസ്സുകൾ വാങ്ങണം, അത് ലാഭകരമായിരിക്കും എന്നുള്ളതാണ് മന്ത്രി നടത്തിയ മറ്റൊരു പ്രസ്താവന. എന്നാൽ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഇലക്ട്രിക് ബസ്സുകളൊക്കെ തന്നെ ഈ KSRTCക്ക് വാങ്ങി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് ബസ് അല്ലാതെ മറ്റൊരു ഡീസൽ ബസ് വാങ്ങാനുള്ള ഒരു നിയമവശം ഇതിനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ തള്ളിക്കൊണ്ടുള്ള ഒരു വാർഷിക റിപ്പോർട്ടാണ് KSRTCയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം CPIM ഉൾപ്പെടെ തള്ളിയതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി ഈ CMDയോട് ഈ ബസ്സുകൾ ലാഭകരമാണോ എന്നുള്ള റിപ്പോർട്ട് തേടിയത്. ആ റിപ്പോർട്ടും ഉടൻ തന്നെ സമർപ്പിച്ചേക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ റിപ്പോർട്ടും ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല, അതുകൊണ്ട് അത് നിർത്തലാക്കേണ്ട സാഹചര്യമാണ് എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇലക്ട്രിക് ബസ്സുകൾ 2023 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്ന KSRTCയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ട് അനുസരിച്ച് 2.88 കോടി രൂപയുടെ ലാഭം ഇലക്ട്രിക് ബസ്സുകൾ മൂലം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ റിപ്പോർട്ട് CMD അധികം വൈകാതെ തന്നെ ഗതാഗത മന്ത്രിക്ക് കൈമാറും. അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.